നമസ്കാരം. കൃഷ്ണാര്യ മിത്രത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാരായണ 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 നാരായണ. ശ്രീ ഗുരുവായൂരപ്പാ ശരണം, ശ്രീ ഗുരുവായൂരപ്പാ ശരണം, ശ്രീ ഗുരുവായൂരപ്പാ ശരണം. ശ്രീ ഗുരുവായൂരപ്പൻ്റെ ദിവ്യകാരുണ്യം കൊണ്ട് ഒരു ദിവസവും കൂടി നിങ്ങളുടെ മുമ്പിൽ എത്താൻ സാധിച്ചു. ഗുരുവായൂരപ്പൻ്റെ പാദ നമസ്കാരം ചെയ്യുന്നു. ശ്രീകൃഷ്ണ പാദമനുഷ്യം ഹൃദി ഭാവയാമി, ഹരികൃഷ്ണ പാദമനുഷ്യം ഹൃദി ഭാവയാമി. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ, ഹേ നാഥ നാരായണ വാസുദേവ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ, ഹേ നാഥ നാരായണ വാസുദേവ. ശ്രീ ഗുരുവായൂരപ്പ ശരണം ഹരേ. ഇന്നത്തെ സത്സംഗത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നലെ ശ്രീ ഗുരുവായൂരപ്പൻ ശ്രീലകത്ത് ദാമോദരനായിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. ദാമോദര ലീല വളരെ മനോഹരമായ രീതിയിലായിരുന്നു കേട്ടോ ഇന്നലെ ഉണ്ടായിരുന്നത്. വലിയ ഉരലായിരുന്നു, ചുവന്ന കെട്ടായിരുന്നു അരയിലുണ്ടായിരുന്നത്. ചിരിച്ച ഭാവമായിരുന്നു കേട്ടോ. എൻ്റെ അമ്മ വീണ്ടും എന്നെ കെട്ടിയിട്ടു, എൻ്റെ വികൃതി കുറച്ച് കൂടിയിട്ടാണ് എന്നുള്ള ഭാവം തന്നെയായിരുന്നു കേട്ടോ ഉണ്ണികൃഷ്ണനെ ഉണ്ടായിരുന്നത്. അപ്പോൾ ദാമോദരനെ അനുസ്മരിച്ച് ദാമോദര മാസം തുടങ്ങാൻ പോകുന്ന ഈ ഒരു അവസരത്തിൽ നമുക്ക് സത്സംഗത്തിലേക്ക് പോവാം. കുറച്ച് ചോദ്യോത്തരങ്ങൾ, അതുപോലെ തന്നെ കുറച്ച് ഒരു ചെറിയ കുഞ്ഞു കഥ എല്ലാം കൂടി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ആദ്യത്തെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ജിസിമോളാണ് ഇന്ന് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. നാരായണ കവചം സ്പെഷ്യൽ ടൈം ഉണ്ടോ ചൊല്ലുവാനായിട്ട്? അങ്ങനെയൊന്നുമില്ല കേട്ടോ, ശുദ്ധമായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. നാരായണ കവചം എപ്പോൾ വേണമെങ്കിലും ചൊല്ലാം. എന്തിനു വേണ്ടിയിട്ടാണെന്നൊക്കെ ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ്. എല്ലാ തരത്തിലുള്ള പ്രൊട്ടക്ഷനും കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നാരായണ കവചത്തിനെ ആശ്രയിക്കുന്നത്. വിജയം കൈവരിക്കാൻ നാരായണ കവചം നല്ലതാണ്. ഇന്ദ്രദേവൻ അസുരന്മാരിൽ നിന്ന് രക്ഷ നേടാനാണ് ഈ നാരായണ കവചത്തിനെ ആശ്രയിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുപോലെ രക്ഷ നേടാനാണ് നമ്മളും നാരായണ കവചം സാധാരണയായിട്ട് ചൊല്ലാറുള്ളത്. ഇനി അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത് ബീന ബാബു. ബീന ചേച്ചി പറഞ്ഞിരിക്കുന്നത് നാരായണീയം വായിച്ചു തുടങ്ങി, പക്ഷേ മനസ്സിലാകുന്നില്ല എന്നാണ്. ചേച്ചി ഒരു കുഴപ്പമില്ല കേട്ടോ, വായിക്കുക, ഒരുപാട് തവണ വായിക്കുക. അപ്പം നമ്മളിലേക്ക് ഗുരുവായൂരപ്പൻ ഓരോ നിമിത്തങ്ങൾ കൊണ്ടുവന്ന് തന്ന് അവസാനം നാരായണീയത്തിനെ സുപരിചിതമാക്കി തരും നമുക്ക്. അതിനുള്ള എല്ലാ വഴികളും അദ്ദേഹം തന്നെ നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്ന് തരും. അർത്ഥമറിയാതെ വായിച്ചാൽ ഫലമുണ്ടാവുമോ എന്ന് ചോദിച്ചാൽ, അർത്ഥമറിഞ്ഞ് വായിക്കുമ്പോൾ വായിക്കുന്നവന് കൂടി ആസ്വദിക്കാൻ സാധിക്കും. അത്രയേ ഉള്ളൂ. അർത്ഥമറിയാതെ വായിക്കുകയാണെങ്കിൽ കേൾക്കുന്ന ആൾക്ക് അപ്പോഴും എല്ലാം അറിയാം കേട്ടോ. നമ്മുടെ ഉണ്ണികൃഷ്ണനല്ലേ ഇത് കേൾക്കേണ്ടത്. അപ്പോൾ അദ്ദേഹത്തിന് അറിയാം എന്താണ് നമ്മൾ വായിക്കണമെന്നും എന്താണ് അതിൻ്റെ അർത്ഥം എന്നും ഒക്കെ, എങ്ങനെയാണ് നമ്മളെ കൊണ്ടു നടക്കേണ്ടതെന്നും അദ്ദേഹത്തിന് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് അർത്ഥം അറിയാതെ വായിച്ചു വെച്ചാലും ഒരു തരക്കേടും ഇല്ല കേട്ടോ. എന്തായാലും വായന നിർത്തേണ്ട, തുടർന്നു പോട്ടെ. നമുക്ക് നമ്മളിലേക്ക് തന്നെ നാരായണീയം എത്തിച്ചു തരാൻ പാകത്തിന് ആരെയെങ്കിലും ഒക്കെ ഭഗവാൻ മുന്നിൽ കൊണ്ടുവന്ന് തരുന്ന ചെയ്യും. അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത് ഉഷാപിള്ള. ഉഷാപിള്ള മാത്രമല്ല, ഓമന ചേച്ചിയും ഇത് തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. നാരായണ കവചം ഏത് പുസ്തകത്തിലാണ് ഉള്ളത് എന്നാണ് കേട്ടോ. നാരായണ കവചം ശ്രീമദ് ഭാഗവതത്തിൻ്റെ ഭാഗമാണ്. ശ്രീമദ് ഭാഗവതത്തിലെ ഷഷ്ഠസ്കന്ധത്തിലെ അഷ്ടമ അധ്യായം, അതായത് 8ാമത്തെ അധ്യായത്തിലാണ് നാരായണ കവചം എന്ന ആ ഒരു മഹത്തായ, അല്ലെങ്കിൽ അത്രയും പ്രാധാന്യമർഹിക്കുന്ന ആ ശ്ലോകങ്ങളുള്ളത്. ചൊല്ലാൻ സാധിക്കുന്നവരെല്ലാം ചൊല്ലിക്കോളൂ. ശ്രീമദ് ഭാഗവതത്തിലെ ഷഷ്ഠസ്കന്ധത്തിലെ അഷ്ടമ അധ്യായം ആണ് നമ്മുടെ നാരായണ കവചം കേട്ടോ. അപ്പോൾ അത് ചൊല്ലാൻ സാധിക്കുന്നവരൊക്കെ ചൊല്ലൂ. ഇനി അടുത്തതായിട്ട് ഒരു മിനിറ്റ്, അതുൽ പി നാഥ്, നമ്മുടെ ലൈവിലൊക്കെ നിറസാന്നിധ്യമായിട്ടുള്ള അതുലാണ് ചോദിച്ചിരിക്കുന്നത്. ഞാൻ വായിക്കാം. നമ്മൾ മനുഷ്യജന്മമായി ജനിക്കാനും മനസ്സിൽ എപ്പോഴും ഭഗവത് ചിന്ത വരാനും ഭഗവാൻ തന്നെ വിചാരിക്കേണ്ടേ? തീർച്ചയായിട്ടും. പിന്നെ ചേച്ചി, ഗുരുവായൂർ ക്ഷേത്രത്തിൽ ശ്രീകോവിലും അതുപോലെ ചുറ്റുവിളക്കിലും കത്തിക്കുന്ന തിരി അവിടെ തന്നെയാണോ ഉണ്ടാക്കുന്നത്? തിരി ഉണ്ടാക്കാനൊക്കെ ഇവിടെ പാരമ്പര്യമായിട്ടുള്ള കുടുംബക്കാരുണ്ട് കേട്ടോ, അവരാണ് തിരി ഉണ്ടാക്കുന്നത്. മനയത്ത് കുടുംബം എന്ന് കേട്ടിട്ടില്ലേ? ഞാൻ ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട്. അഴീക്കൽ, മനയത്ത് എന്നുള്ള കുടുംബ പേരുകളൊക്കെ ഞാൻ പറയാറുണ്ട്. അവരാണ് ഈ തിരി ഉണ്ടാക്കുന്നത്. ഇനി കൂടുതൽ ആളുകളുണ്ടോ എന്നുള്ളത് ഞാൻ ഒന്നുകൂടി അന്വേഷിക്കാം. ഏതൊക്കെ കുടുംബമാണ്, എങ്ങനെയൊക്കെയാണ് അവരുടെ ഊഴം എന്നുള്ളതൊക്കെ ഞാൻ അന്വേഷിച്ചിട്ട് പറയാം കേട്ടോ. ഇനി ആദ്യത്തെ ചോദ്യം പറഞ്ഞത് മനുഷ്യജന്മമായി ജനിക്കാനും മനസ്സിൽ എപ്പോഴും ഭഗവത് ചിന്ത വരാനും ഭഗവാൻ തന്നെ വിചാരിക്കണ്ടേ? ഭഗവാനെ ഒരിക്കൽ നമ്മൾ അറിയുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കൂ, ജന്മജന്മാന്തരങ്ങളായിട്ട് ഭഗവാനെ നമ്മളെ അറിയാം.
ഭഗവാൻ തന്നെ വിചാരിച്ചാലേ നമുക്ക് ഭഗവാനിലേക്ക് എത്താൻ സാധിക്കുള്ളൂ. ശ്രീ ഗുരുവായൂരപ്പനെ പറ്റി അറിയാൻ സാധിക്കുള്ളൂ. ശ്രീ ഗുരുവായൂരപ്പൻ ആരാ, എന്താ, അങ്ങനെ ഒരു ശക്തി വിശേഷം, ചൈതന്യ വിശേഷം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ അറിയാൻ സാധിക്കണമെങ്കിൽ അത് ഭഗവാൻ തന്നെ വിചാരിക്കണം കേട്ടോ. ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട്, മനുഷ്യജന്മം കിട്ടുക എന്നുള്ളത് ആചാര്യന്മാർ പറയാറുണ്ട് വളരെ വിരളമായിട്ടാണ് മനുഷ്യജന്മം കിട്ടുക. കിട്ടിയാൽ തന്നെ അത് വേണ്ട വിധം ഉപയോഗിക്കാൻ നമുക്ക് സാധ്യമാവണം എന്നൊക്കെ പറയാറുണ്ട്. എത്ര ജന്മാലേ ഭഗവാനെ കുറിച്ച് അറിയാതെ പോകുന്നത്. നമ്മുടെ തന്നെ എത്ര ജന്മം ഭഗവാനെ കുറിച്ച് അറിയാതെ പോയിട്ടുണ്ടാവും അല്ലേ. എന്തായാലും ഒരിക്കൽ ഭഗവാനെ അറിയുന്ന ഒരു ജന്മം കിട്ടിയാൽ പിന്നീട് അങ്ങോട്ട് എന്തായാലും കിട്ടുന്ന എല്ലാ ജന്മത്തിലും ഭഗവാനെ അറിയും എന്നാണ് എൻ്റെ വിശ്വാസം കേട്ടോ. അടുത്തതായിട്ട് ശരണ്യ ആണ് ചോദിച്ചിരിക്കുന്നത്. വെണ്ണ ഉണ്ണുന്ന കണ്ണന് എന്ത് ശ്ലോകമാണ് ചൊല്ലേണ്ടതെന്ന് പറയാമോ? അനേകം ശ്ലോകങ്ങൾ വെണ്ണക്കണ്ണനെ അനുസ്മരിച്ചുകൊണ്ട് ചൊല്ലാറുണ്ട് കേട്ടോ. ഞാൻ ശ്ലോകം ചൊല്ലിയാൽ ശരിയാവില്ല, എന്നാലും ഞാനത് ഗ്രൂപ്പിൽ ഷെയർ ചെയ്തേക്കാം കേട്ടോ. അടുത്തതായിട്ട് ബീന നളനാണ് ചോദിച്ചിരിക്കുന്നത്. സേതാ, ഞാൻ കൃഷ്ണനാട്ടം ഷീട്ടാക്കിയിട്ട് അന്ന് പോയിട്ടില്ല, അതുകൊണ്ട് എന്തെങ്കിലും ദോഷമുണ്ടോ? സാഹചര്യം അനുകൂലമല്ലാത്തത് കൊണ്ട് പോകാഞ്ഞത്, അതിനെന്തെങ്കിലും പ്രായശ്ചിത്തമുണ്ടോ? ആദ്യം ഞാൻ പ്രായശ്ചിത്തം പറയാം. ഇനി വരുന്ന ദിവസം ഏത് കൃഷ്ണനാട്ടം കളിയാണോ ഷീട്ടാക്കിയിട്ടുള്ളത് ആ കൃഷ്ണനാട്ടം കളി നടക്കുന്ന ദിവസം നോക്കി വന്ന് തൊഴുത് നമസ്കരിച്ചോളൂ, അതാണ് പ്രായശ്ചിത്തം. ഇനി ഇതുകൊണ്ട് എന്തെങ്കിലും ദോഷമുണ്ടോ ചോദിച്ചാൽ ഒരു ദോഷവുമില്ല. കാരണം നമ്മുടെ ഉണ്ണികൃഷ്ണൻ അറിയാം സാഹചര്യം അനുകൂലമാണോ പ്രതികൂലമാണോ, എന്തുകൊണ്ടാണ് വരാഞ്ഞത് എന്നുള്ളതൊക്കെ നന്നായിട്ട് അറിയാം ശ്രീലകത്തിരിക്കണം നമ്മുടെ കുഞ്ഞുണ്ണികൃഷ്ണന്. അതുകൊണ്ട് തന്നെ ഭഗവാന്റെ മുമ്പിൽ ഒരു ദോഷവുമില്ല കേട്ടോ. ഒരു കാര്യം ഇപ്പോഴേ പറഞ്ഞോളൂ, ഉണ്ണികൃഷ്ണ ഇനി അടുത്ത തവണ വരുമ്പോൾ ഈ അമ്മയ്ക്ക് ആ കൃഷ്ണനാട്ടങ്ങളി കാണാൻ സാധിക്കണേ എന്ന് ഇപ്പോഴേ പ്രാർത്ഥിച്ചോളൂ. അപ്പം നമ്മുടെ ഉണ്ണികൃഷ്ണൻ അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു തരൂ കേട്ടോ. അടുത്തതായിട്ട് എന്തായിരുന്നു, ഷിശ്രീ എന്നാണ് കേട്ടോ കാണുന്നത്. നാരായണ കവചം ചൊല്ലിത്തരാമോന്ന് ഗ്രൂപ്പിലെ ഞാൻ നാരായണ കവചം ഷെയർ ചെയ്തേക്കാം കേട്ടോ. അത് നോക്കിക്കോളൂ. ചൊല്ലിത്തരുമെന്ന് ചോദിച്ചാൽ അത് ഏതാണ്ട് 42ഓളം ശ്ലോകങ്ങളുണ്ട്. അത് നമ്മുടെ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുക പറഞ്ഞാൽ എങ്ങനെയാണ്, അതുകൊണ്ടാണ് കേട്ടോ. അശോകൻ സാറ് ചോദിച്ചിട്ടുണ്ട് അടുത്തതായിട്ട്. സവിത, എനിക്ക് സുഹൃതഹോമം കഴിപ്പിക്കണമെന്നുണ്ട്, ഈ മാസം ഫുള്ളായിട്ട് ഉണ്ടാവില്ലേ? ഞാൻ ഈ മാസം ലാസ്റ്റ് വരും. ബുക്ക് ചെയ്യേണ്ട അവസാന തീയതി ഞാൻ നോക്കിയിട്ട് പറയാം കേട്ടോ. നവംബർ 1-ാം തീയതിയാണ് സുഹൃതഹോമം തുടങ്ങുന്നത്. എത്രാം തീയതിയാണ് അവസാന തീയതി എന്നുള്ളത് ഞാൻ നോക്കിയിട്ട് കൺഫേം ചെയ്യാം കേട്ടോ. ബുക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾ എത്രയും പെട്ടെന്ന് ബുക്ക് ചെയ്തോളൂ. സുഹൃതഹോമം 500 രൂപയാണ് സുഹൃതഹോമം ഷീട്ടാക്കാൻ വേണ്ടത്. സർവൈശ്വര്യത്തിനാണ് സുഹൃതഹോമം, അല്ലെങ്കിൽ ദുരിത നിവാരണത്തിനാണ്, ദുഃഖ നിവാരണത്തിനാണ് കേട്ടോ ഷീട്ടാക്കുന്നത്. അടുത്തതായിട്ട് ഞാൻ മെസ്സേജ് വായിക്കാം കേട്ടോ. ശോഭ എം എന്ന ഒരു ഭക്തയാണ്. സവിത, ഡിവോട്ടീസിൽ വീഡിയോ ചെയ്യാൻ തുടങ്ങി കുറച്ച് നാളുകൾക്ക് ശേഷമാണ് ഞാൻ കാണാൻ തുടങ്ങിയത്. അന്ന് മുതൽ എല്ലാ വീഡിയോകളും ഇന്ന് വരെ കാണാറുണ്ട്. സവിതയിലൂടെ ഗുരുവായൂരപ്പനെയും അവിടുത്തെ വഴിപാടുകളെ പറ്റിയും ഒക്കെ അറിഞ്ഞത്. എൻ്റെ മോനു വേണ്ടി അഹസ് നേർന്നിരുന്നു. ജോലിയിൽ കയറി 6 മാസം കഴിഞ്ഞ 25-ാം തീയതി ഗുരുവായൂർ വരാനും പ്രാർത്ഥന നിറവേറ്റാനും കണ്ണൻ്റെ അനുഗ്രഹം കൊണ്ട് സാധിച്ചു. നാരായണ കവചം ചൊല്ലുന്നുണ്ട്. മക്കൾക്ക് വേണ്ടി അമ്മ ചൊല്ലിയാലും പോരെ എന്നാണ്. ആദ്യമായിട്ട് ശോഭ ചേച്ചിക്ക് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. എത്രയോ കാലമായിട്ട് എൻ്റെ വീഡിയോസ് കാണാറുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ വളരെ 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 സന്തോഷമുണ്ട്. അടുത്തതായിട്ട് അമ്മ ചൊല്ലിയാൽ പോരെ ചോദിച്ചാൽ അമ്മ ചൊല്ലിയാൽ മതി, അമ്മയാണ് ചൊല്ലേണ്ടത് എന്നാണ് ഞാൻ പറയുക. കാരണം അമ്മമാർ പ്രാർത്ഥിക്കുമ്പോണ്ടല്ലോ ഒത്തിരി അധികം ഭഗവാന് എന്താ പറയുക, ചൂട് കൂടുന്നൊക്കെ പറയില്ലേ. എൻ്റെ മകൻ അല്ലെങ്കിൽ എൻ്റെ മകൾക്ക് നേരെയാക്കി തരണേ ഉണ്ണികൃഷ്ണ എന്ന് പറഞ്ഞാൽ അമ്മയുടെ മനസ്സിലേക്ക് നോക്കുന്ന ഉണ്ണികൃഷ്ണന് ആ ആർദ്രമായ മനസ്സ് കാണാനുള്ള ആ ഒരു വ്യഗ്രത കുറച്ച് കൂടുതലാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഉണ്ണികൃഷ്ണൻ പെട്ടെന്ന് കേൾക്കും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. അമ്മമാർ ചൊല്ലിയാലും മതി, മക്കൾക്ക് എല്ലാവിധ ഐശ്വര്യവും ഉണ്ടാവുക തന്നെ ചെയ്യൂ കേട്ടോ. അടുത്തതായി ഷൈനി മണികണ്ഠൻ എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത്. 1000 രൂപയുടെ നെയ്വിളക്ക് ഷീട്ടാക്കിയാൽ നിർമ്മാല്യം തൊഴാൻ സാധിക്കുമോ എന്നാണ്. ഒപ്പം ഈ ചോദ്യം ചോദിക്കാൻ പാടുമോ എന്നൊന്നും എനിക്കറിയില്ല. ചോദിക്കാൻ തോന്നി, തെറ്റാണെങ്കിൽ ക്ഷമിക്കുന്നു. ഇവിടെ ഏത് ചോദ്യം ചോദിച്ചാലും തെറ്റില്ല കേട്ടോ ഷൈനി. എൻ്റെ മനസ്സിൽ ഓരോ അമ്പലത്തിൽ പോയാൽ തോന്നുന്ന ചോദ്യങ്ങളുണ്ടല്ലോ, ശരിക്കും ഞാൻ പിന്നീട് ഇരുന്ന് ആലോചിച്ചാൽ മണ്ടത്തരങ്ങളായിരിക്കാറുണ്ട്. അപ്പോൾ ഇത് 1000 രൂപയുടെ നെയ്വിളക്കുണ്ട് നിർമ്മാല്യം തൊഴാനായിട്ട്. 2.5 നെയ്വിളക്കിൻ്റെ
കൗണ്ടർ തുറക്കും. ആ സമയത്ത് ഷീട്ടാക്കുകയാണെങ്കിൽ നിർമ്മാല്യം തന്നെ തൊഴാൻ സാധിക്കും. നെയ്വിളക്ക് ഷീട്ടാക്കി തൊഴുന്നവരുണ്ട്, അങ്ങനെ തൊഴാട്ടോ. ഇവിടെ എന്ത് ചോദ്യം വേണമെങ്കിലും ചോദിക്കാട്ടോ. അങ്ങനെ ഒരു എന്താ പറയുക, തെറ്റാണോ അങ്ങനെയൊന്നുമില്ല. നമുക്കറിയാൻ ആഗ്രഹമുള്ള കാര്യങ്ങളല്ലേ. അപ്പോൾ ഒരമ്മ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അവിടെ ആൾരൂപം വെക്കുന്നതിൻ്റെ മുകളിലായിട്ടൊരു ചങ്ങല തൂങ്ങി കിടക്കുന്നുണ്ട്, അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ഐതിഹ്യം ഉണ്ടോ? ഒന്നുമില്ല, വെറുതെ ഒരു ചങ്ങലയാണ്, അതിന് പ്രത്യേകിച്ച് കഥയോ ഐതിഹ്യമൊന്നുമില്ല. അത് കഴിഞ്ഞപ്പോൾ അമ്മ എന്നെ പറഞ്ഞു, അയ്യോ മണ്ടത്തരായി പോയോ ചോദിച്ചതെന്ന്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ എന്തെങ്കിലുമൊക്കെ കാരണം ഉണ്ടാവുമല്ലോ എന്ന് ചിന്തിക്കണോണ്ടല്ലേ അങ്ങനെ ചോദിക്കാൻ തോന്നണേ. അപ്പം അങ്ങനെയൊന്നുമില്ല കേട്ടോ, എന്ത് ചോദിച്ചാലും ചോദിക്കാം. സവിത, ഞാൻ ചൊല്ലുന്നുണ്ട്, തെറ്റുണ്ടെങ്കിൽ ഭഗവാൻ ക്ഷമിക്കുമെന്ന് വിചാരിക്കുന്നു. നാരായണ കവചത്തിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. വനിത എന്ന ഭക്തയാണ് കേട്ടോ പറഞ്ഞിരിക്കുന്നത്. ഭഗവാൻ ക്ഷമിക്കന്നെ ചെയ്യൂ കേട്ടോ. തെറ്റുണ്ടെങ്കിൽ നമ്മൾ അമ്മമാരുടെ മനസ്സാണ് ഭഗവാനെന്ന് എപ്പോഴും അനുസ്മരിക്കാറുണ്ട് കേട്ടോ. കുട്ടികളെ നമ്മൾ ശാസിക്കാറുണ്ടെങ്കിലും നമ്മളൊരിക്കലും അവരെ ഇല്ലല്ലോ. അല്ലെങ്കിൽ അങ്ങനെയൊരു ചൊല്ല് തന്നെ ഉണ്ടല്ലോ, അമ്മ ശപിച്ചാൽ കുട്ടിക്കില്ല എന്ന്. അതുപോലൊരു എന്താ പറയുക, അതുപോലൊരു ആർദ്രമായ മനസ്സാണ് നമ്മുടെ ഉണ്ണികൃഷ്ണന്. ഉണ്ണികൃഷ്ണൻ ക്ഷമാമൂർത്തിയാണ്, ക്ഷമിക്കാനേ അറിയുള്ളൂ അദ്ദേഹത്തിന് കേട്ടോ. അപ്പോൾ ധൈര്യമായിട്ട് ചൊല്ലിക്കോളൂ. എത്രയും പെട്ടെന്ന് അതൊക്കെ നേരെയാക്കി തരട്ടെ, ആ തെറ്റുകളൊക്കെ തിരുത്തി തരട്ടെ ഗുരുവായൂരപ്പൻ. അനിത ബാബു എന്നൊരു ഭക്ത പറഞ്ഞിട്ടുണ്ട്, സദാ എൻ്റെ വല്യമ്മയുടെ മകൾ മരണപ്പെട്ടു. എനിക്ക് പല വാലായ്മ ഉള്ളതിനാൽ ഞാൻ ഭഗവാന് സമർപ്പിക്കാൻ വേണ്ടി നാമം എഴുതുന്നുണ്ട്, അത് പാടുമോ മറുപടി തരണേ എന്നാണ്. അതായത് നാമം എഴുതാം ശുദ്ധമായിട്ട്, അല്ലെങ്കിലും നാരായണനാമം ചൊല്ലാം, എഴുതാം എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അനിത ചേച്ചിയുടെ സംശയം എന്താണെന്ന് വെച്ചാൽ, അത് പുലയിൽ വാലായ്മയുള്ള സമയത്ത് എഴുതിയത് ഗുരുവായൂരപ്പന് കൊണ്ടുവന്ന് സമർപ്പിക്കാൻ സാധിക്കുമോ എന്ന്. തീർച്ചയായിട്ടും സമർപ്പിക്കാം. കാരണം പുസ്തകത്തിന് അയിത്തല്ല കേട്ടോ. പുസ്തകം തൊട്ടു എന്ന് വെച്ചിട്ട് ഒരു കുഴപ്പമില്ല. അതിവിടെ ശുദ്ധമാവണ സമയത്ത്, ഗുരുവായൂരമ്പലത്തിൽ വരുന്ന സമയത്ത് ഇവിടെ കൊണ്ടുവന്ന് സമർപ്പിക്കാം. അതുകൊണ്ട് ദോഷമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇന്ന് അത്രയും ചോദ്യങ്ങളാണ് ഉള്ളത്. ഇനി ഇന്നത്തെ വിശേഷങ്ങൾ പറയാം. വരുന്നത് ശരത്കാല പൗർണമിയാണത്രേ ഇനി വരാൻ പോകുന്ന പൗർണമി ദിവസം. ഈ പൗർണമിയുടെ അന്ന് രാത്രിയിൽ ചന്ദ്രകിരണങ്ങൾ ഏൽക്കാൻ പാകത്തിന് പാൽപ്പായസം വെച്ചാൽ, അത് രാധാകൃഷ്ണന്മാരെ സങ്കല്പിച്ചുകൊണ്ട് വെച്ചിട്ട് അത് പിറ്റേന്ന് അല്ലെങ്കിൽ ചന്ദ്രഭഗവാന്റെ ചന്ദ്രകിരണങ്ങൾ ഏറ്റതിന് ശേഷം നമുക്ക് സ്വീകരിക്കാൻ സാധിക്കുകയാണെങ്കിൽ അമൃത തുല്യമാവും എന്നാണ് വിശ്വാസം എന്നാണ് ഇന്ദു തനുജ എന്ന ഒരു ഭക്ത, നമ്മുടെ സബ്സ്ക്രൈബർ ആയിട്ടുള്ള ഇന്ദു തനുജ ഷെയർ ചെയ്തിരുന്ന ഒരു വിവരമാണ് കേട്ടോ. അതായത് ശരത്കാലത്തിലെ പൗർണമി ദിവസമാണ് രാസലീല നടന്നത്. രാധയും കൃഷ്ണനും തമ്മിലുള്ള ആ ഒരു പ്രണയ സമാഗമം നടന്നത് ശരത്കാല പൗർണമിക്കാണ് എന്നാണ് വിശ്വാസം. അപ്പം അതുകൊണ്ട് തന്നെ ചന്ദ്രകിരണങ്ങളെ സാക്ഷിയാക്കി രാധാകൃഷ്ണന്മാർക്ക് പാൽപ്പായസം നിവേദിക്കുന്നത് വളരെ ഉത്തമമാണത്രേ ഈ വരുന്ന പൗർണമി ദിവസം. അതേമാതിരി തന്നെ ദാമോദര മാസം തുടങ്ങുകയാണ്. ദാമോദര മാസത്തിനെ കുറിച്ച് അനേകം പേര് ചോദിച്ചിരുന്നു. ദാമോദരാഷ്ടകം ചൊല്ലുന്നത് നല്ലതാണ്. പിന്നെ സന്ധ്യാസമയത്ത് ദാമോദര ആരതി ചെയ്യുന്നത് നല്ലതാണ്. ദാമോദരനായിട്ടുള്ള ഫോട്ടോ കാണുമല്ലോ ഗുരുവായൂരപ്പൻ്റെ, ആ ഫോട്ടോ വെച്ചാലും മതി. എന്നിട്ട് നെയ്വിളക്ക് കത്തിച്ചിട്ട് ആരതി ഒഴിയുക, ദാമോദരാഷ്ടകം ചൊല്ലിക്കൊണ്ട് ആരതി ഒഴിയുന്നത് വളരെ ഉത്തമമാണ് സന്ധ്യാസമയത്ത് എന്നാണ് വിശ്വാസം. ഇനി ഇസ്കോൺ ഫോളോവേഴ്സ് ആയിട്ടുള്ള ഭക്തർ അവർ അനേകം ചിട്ടകളും സമ്പ്രദായങ്ങളും ഒക്കെ ആചരിച്ച് വരുന്നുണ്ട് കേട്ടോ ഈ ദാമോദര മാസത്തിൽ. എനിക്ക് അതിനെക്കുറിച്ച് വലിയ പിടിയൊന്നുമില്ല. നിങ്ങളിൽ ആരെങ്കിലും ഒക്കെ ഈ ഒരു ഇസ്കോൺ ഫോളോവേഴ്സ് ആണെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. എന്തൊക്കെയാണ് ആചരണങ്ങളെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാലോ, കൃഷ്ണാരി മിത്രങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. അങ്ങനെയാണെങ്കിൽ എനിക്കത് നാളെ പ്രസൻറ്റ് ചെയ്യാനും പറ്റുമല്ലോ. അപ്പോൾ കൂടുതൽ പേർക്ക് അത് അറിയാനുള്ള ഒരു അവസരമാണല്ലോ. അപ്പോൾ അതും പറ്റുന്നവരൊക്കെ ചെയ്യൂ. ഇന്ദു തനുജയ്ക്ക് ഒരു സ്പെഷ്യൽ താങ്ക്സ് പറയുകയാണ് കേട്ടോ, ഇത്ര നല്ലൊരു ഇൻഫർമേഷൻ നമ്മൾ എല്ലാവർക്കും വേണ്ടി പകർന്നു തന്നതിൽ. അപ്പോൾ സാധിക്കുന്നവരൊക്കെ വരുന്ന പൗർണമി ദിവസം രാത്രിയിൽ ചന്ദ്രകിരണങ്ങൾ ഏൽക്കാൻ പാകത്തിന് പാൽപ്പായസം രാധാകൃഷ്ണന്മാർക്ക് സമർപ്പിക്കുന്നതായിട്ട് സങ്കല്പിച്ച് വെച്ചിട്ട് അമൃത തുല്യമായ ആ പാൽപ്പായസം സ്വീകരിച്ചോളൂ. ഏത് തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും മനസ്സിൻ്റെ ആയാലും ശരീരത്തിൻ്റെ ആയാലും മാറിക്കിട്ടട്ടെ. രാധാകൃഷ്ണന്മാരുടെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാവട്ടെ. ഇനി ദാമോദര മാസം തുടങ്ങുക ആയതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ അനുസ്മരിക്കാൻ പോകുന്ന കഥ ദാമോദര ലീലയാണ് കേട്ടോ. ദാമം എന്ന് വെച്ചാൽ കയറ് എന്നാണ് അർത്ഥം. കയറ് കൊണ്ട് കെട്ടിയിട്ട ഉണ്ണികൃഷ്ണൻ്റെ കഥയാണ് കേട്ടോ. ഒരു ദിവസം രാവിലെ
രോഹിണി അമ്മയും ബലരാമനും നന്ദഗോപരും ഒന്നും ഗൃഹത്തിലില്ലാതിരുന്ന ഒരു ദിവസമാണ് കേട്ടോ. യശോദമ്മയ്ക്ക് ആകെ ഒരു പരിഭ്രമാണ്. ഉണ്ണികൃഷ്ണൻ എഴുന്നേറ്റ് വരുന്നതിന് മുൻപ് അനേകം ജോലികൾ തീർക്കാനുണ്ട്. ഈ ജോലികൾ മുഴുവൻ തീർത്ത് കഴിഞ്ഞില്ലെങ്കിൽ ഉണ്ണികൃഷ്ണൻ എഴുന്നേറ്റാൽ പിന്നെ ഒരു ജോലിയും ചെയ്യാൻ അമ്മയെ സമ്മതിക്കുകയില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഉണ്ണികൃഷ്ണൻ എഴുന്നേൽക്കുന്നതിന് മുൻപ് യശോദമ്മ ഓരോ ജോലികളായിട്ട് തീർത്തുകൊണ്ടിരിക്കുകയാണ്. അടുപ്പത്ത് കുറച്ച് പാല് വെച്ചിട്ടുണ്ട്. ആ പാല് തിളച്ച് തൂവാതിരിക്കാൻ തീയൊക്കെ കുറച്ച് വെച്ചിട്ട് കുറച്ച് തൈരുണ്ട് കലക്കി വെക്കാൻ തലേ ദിവസത്തെ. അപ്പം അതൊക്കെ എടുത്ത് തൈര് കടയാനുള്ള കടകോലൊക്കെ നേരെയാക്കി തൈര് കടയാൻ ഇങ്ങനെ തുടങ്ങുന്ന സമയത്തുണ്ട് ഉണ്ണികൃഷ്ണൻ എഴുന്നേറ്റ് വരുന്നു. സാധാരണ ഇങ്ങനെയൊന്നും അല്ലാട്ടോ പതിവ്. ഉണ്ണികൃഷ്ണനെ അമ്മ അടുത്ത് ചെന്ന് വിളിച്ചുണർത്തിയാൽ മാത്രമേ ഉണരുള്ളൂ. ഉണ്ണികൃഷ്ണ എന്ന് വിളിക്കണം, ഒന്ന് തട്ടി വിളിക്കണം, ഒന്ന് കുലുക്കി വിളിക്കണം. അതിനുശേഷം തലയൊന്ന് ഇടതുവശത്ത് നിന്ന് വലതുവശത്തേക്ക് ചെരിച്ചു വയ്ക്കും. അതിനർത്ഥം ഉണർന്നു എന്നാണ്. പിന്നെയും 2-3 പ്രാവശ്യം വിളിക്കുക. വെറുതെ വിളിക്കൊന്നും അല്ല കേട്ടോ. എൻ്റെ ഉണ്ണിയല്ലേ, ഭൂലോകത്തിലെ ഏറ്റവും സുന്ദരനായിട്ടുള്ള ഉണ്ണി എന്നൊക്കെ പറഞ്ഞ് അനേകം നല്ല വാക്കുകളൊക്കെ പറയാറുണ്ട് അമ്മ. ഇതൊക്കെ കേൾക്കാൻ വലിയ ഇഷ്ടമാണ് നമ്മുടെ ഉണ്ണികൃഷ്ണന്. അതുകൊണ്ട് ഇതൊക്കെ കേട്ട് കിടന്നിട്ടാണ് അവസാനം ഉണ്ണി എഴുന്നേൽക്കാറുള്ളൂ. അപ്പോൾ ഇന്ന് ഉണ്ണികൃഷ്ണനെ വിളിച്ചുണർത്താൻ പോകണം. അതിനു മുമ്പ് ഈ എല്ലാ പണികളും തീർത്ത് വെക്കണമെന്ന് യശോദമ്മ ആഗ്രഹിക്കുകയാണ്. അങ്ങനെ യശോദമ്മ അതിനു വേണ്ടി വളരെ എന്താ പറയുക സ്പീഡിൽ ജോലികളൊക്കെ തീർത്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോഴാണ് ഉണ്ണികൃഷ്ണൻ ഇങ്ങനെ എഴുന്നേറ്റ് വരണ കണ്ടത്. ആ ഉണ്ണിയെ കണ്ടതും അമ്മ നേരെ വന്ന് മടിയിലിരുത്തി പാല് കൊടുക്കാൻ തുടങ്ങി കേട്ടോ. പാലിങ്ങനെ രസമായിട്ട് കുടിച്ചുകൊണ്ടിരിക്കണതിൻ്റെ ആ ഒരു സമയത്താണ് നേരത്തെ അടുപ്പത്ത് വെച്ച് പാല് തിളച്ച് തൂവുന്നത് അമ്മ കണ്ടത്. അമ്മ മാത്രമല്ല കേട്ടോ, ഉണ്ണിയും കണ്ടു. അത് കണ്ടതും യശോദമ്മ വേഗം ഉണ്ണികൃഷ്ണനെ എടുത്ത് മടിയിൽ നിന്ന് ഇറക്കി വെച്ച് ആ പാലെടുത്ത് അടുപ്പത്ത് നിന്ന് ഇറക്കി വെക്കാൻ പോയി. ഇത് ഉണ്ണിക്ക് അത്ര രസമായില്ല കേട്ടോ. ഉണ്ണി വിചാരിച്ചു, എന്നെക്കാളും വലുത് എൻ്റെ അമ്മയ്ക്ക് ആ പാലാണോ? ഞാനിങ്ങനെ പാല് കുടിക്കുക, വിശന്നിരിക്കണ എനിക്ക് പാല് തരുന്നതിനേക്കാളും വലുത് അടുപ്പത്തിരിക്കണ പാലാണോ എന്നാണ് ഉണ്ണികൃഷ്ണൻ വിചാരിക്കണേ. യശോദമ്മ എന്താ വിചാരിക്കണേ? ഒരു കലം പാല് പോയിച്ചിട്ട് ഒരു കുഴപ്പമില്ല കേട്ടോ അമ്മയ്ക്ക്. ഉണ്ണിക്ക് പാല് കൊടുക്കൽ തന്നെയാണ് അമ്മയെ സംബന്ധിച്ചിടത്തോളം വലുത്. എന്നാലോ ഈ പാലിങ്ങനെ തിളച്ച് തൂവി പോകുന്നത് നമ്മുടെ വികൃതി ഉണ്ണികൃഷ്ണൻ കണ്ടിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞാൽ അവൻ പാല് വേണമെന്ന് പറയും. ഉണ്ണികൃഷ്ണൻ ഓടിയിങ്ങോട്ട് വന്നിട്ട് പറയും, എനിക്ക് പാല് വേണം അമ്മേ. ശരി കൃഷ്ണ വരൂ, അമ്മ പാല് തരാം. അല്ല, അമ്മയുടെ പാലല്ല എനിക്ക് വേണ്ടത്. അന്ന് അമ്മ വേഗം ഒരു ഗ്ലാസ്സിൽ ശരിയാക്കി തരാം എന്നൊക്കെ പറഞ്ഞ് ഒരു കുഞ്ഞ് പാത്രമൊക്കെ എടുക്കാൻ തുടങ്ങുമ്പോൾ പറയാം, അതല്ല എനിക്ക് വേണ്ടത്, നേരത്തെ തിളച്ച് തൂവി അടുപ്പിൽ പോയില്ലേ ആ പാലാണ് എനിക്ക് വേണ്ടതെന്ന് പറയും. അങ്ങനെ പറയണ ഒരു ശീലമുണ്ട് ഉണ്ണികൃഷ്ണന്. പിന്നെ ഇന്ന് മുഴുവൻ വാശി അതിനായിരിക്കും. അപ്പോൾ അത് ഒഴിവാക്കണ്ടേന്ന് കരുതിയിട്ടാണ് വേഗം പോയിട്ട് ആ പാലെടുത്ത് മാറ്റി വെക്കാൻ അമ്മ പോയത്. ഉണ്ണിക്ക് ദേഷ്യം വന്നു. ഉണ്ണി ഇങ്ങനെ ആലോചിച്ചു, ഈ ദേഷ്യം അമ്മയെ അറിയിക്കണം. അപ്പോൾ അമ്മയെ എങ്ങനെയാണ് ഞാൻ അറിയിക്കുക? ചുറ്റും നോക്കിയപ്പോഴാണ് അമ്മ തൈര് കലക്കാനിരിക്കുന്ന ആ ഒരു കുടവും തൈരിൻ്റെ ആ കുടവും അതുപോലെ തന്നെ കടകോലും ഒക്കെ ഇരിക്കണുണ്ട്. ഉണ്ണി ഓടിച്ചെന്ന് ആ കടകോലും ഇങ്ങോട്ട് എടുത്തു. തൈരും കലം അടിച്ചങ്ങോട്ട് പൊട്ടിച്ചിട്ടോ ആ തൈരിങ്ങനെ ഒലിച്ച് വരണത് കാണാൻ നല്ല രസം. കുറച്ച് നേരം അവിടെ അങ്ങനെ നോക്കി നിന്നു കേട്ടോ, ആ തൈരിങ്ങനെ താഴേക്ക് വരണത്. അത് നോക്കി നിൽക്കുന്നതിൻ്റെ ഇടയിലാണ് ഉണ്ണിക്ക് ഓർമ്മ വന്നത്, തൈരും കലം ഇങ്ങനെ പൊട്ടിയ സമയത്ത് ഒരു ശബ്ദം കേട്ടില്ലേ? ഈ ശബ്ദം എങ്ങാനും കേട്ടിട്ട് അമ്മ ഓടി വരുമോ ഇനി? അത് ആലോചിച്ച സമയത്ത് ഉണ്ണികൃഷ്ണൻ അവിടെ നിന്ന് ഒറ്റ ഓട്ടം വെച്ച് കൊടുത്തു. എങ്ങടാ ഓടിയതെന്നറിയോ? മച്ചിനകത്ത്. എവിടെ മച്ചിനകത്ത് എന്താ ഉള്ളതെന്നറിയോ? തൈരുണ്ട്, പാലുണ്ട്, വെണ്ണയുണ്ട്, എല്ലാം റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു മുറിയാണ് മച്ച്. അതിനകത്തേക്ക് കയറി അപ്പം തയ്യാറാക്കി വെച്ച കുറച്ച് വെണ്ണ അവിടെ ഇരിക്കണ്ടായിരുന്നു. അതും കയ്യിൽ പിടിച്ച് ഓടി. എങ്ങോട്ടാ ഓടിയത്? പുറത്തേക്കാണ് ഓടിയിരിക്കണേ. പുറത്ത് അവിടെ ഒരു ഒരലുണ്ട് കേട്ടോ. ആ ഒരലിനും ഉണ്ട് ഒരു കഥ. അതിങ്ങനെ സാധാരണ ഉമ്മറത്ത് കയറി വരുന്ന ആ സ്ഥലത്ത് ആരെങ്കിലും ഒരലൊക്കെ ഇടുമോ എന്നാ ചോദ്യം ഉണ്ട് കേട്ടോ. ആ ഒരലിന് ഒരു ഉരൽപ്പുരയൊക്കെ ഉണ്ടാവും സാധാരണഗതിയിലല്ലേ. അത് അടുക്കള വശത്തിനോട് ചേർന്നിട്ടൊക്കെയാണ് ഉണ്ടാവുക. ഇതിപ്പോൾ ഈ കയറി വരുന്നിടത്ത് എങ്ങനെയാണ് ഒരൽ വന്നതെന്ന് വെച്ചാൽ, ഒരു ദിവസം നന്ദഗോപ മഹാരാജാവ് ഈ ഉരലിനെ കുറിച്ച് യശോദമ്മ ഇങ്ങനെ പറയുമായിരുന്നു, നമ്മുടെ ഉരൽപുരയിലെ ഉരലുകളിൽ ചിലതൊക്കെ കേടുപാടുണ്ട്, ചിലതൊക്കെ കാലപ്പഴക്കം കൊണ്ട് നാശമായിരിക്കുന്നു, വേറെ ഉരൽ വേണമെന്ന്. ഇത് കേട്ട സമയത്ത് ഉണ്ണികൃഷ്ണൻ പറഞ്ഞു, എനിക്കും വേണം ഒരു ഉരലെന്ന്. ഈ ഉരൽ എന്താന്ന് പോലും അറിയാണ്ട് കേട്ടോ ഉണ്ണി പറയണത്. ഇത് കേട്ടപ്പോൾ ബലരാമസ്വാമി പറഞ്ഞു, എനിക്കും വേണം ഒരു ഉരൽ. ഉരൽ ചോദിച്ചപ്പോൾ അല്ല ഉലക്കായാലും മതി എന്ന് പറഞ്ഞു ബലരാമസ്വാമി.
അങ്ങനെ ഉരല് വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ച ഉണ്ണികൃഷ്ണന് മുമ്പിൽ നന്ദഗോപ മഹാരാജാവ് പറഞ്ഞു അത്രേ, ഉണ്ണിക്കും തരാം ഉരല്, രാമനും തരാം ഉരല് എന്ന്. എന്നിട്ടോ ഉരൽപ്പണിക്കാരൻ വന്ന സമയത്ത് പറഞ്ഞു, മരം കൊണ്ട് വലിയ കനമൊന്നുമില്ലാത്ത 2 ഉരലും ഉലക്കയും കൊണ്ടുവന്നോളൂ, ഉണ്ണികൾക്കുള്ളതാണ്, കളിക്കാനാണ്, അതിന് പാകത്തിന് വേണം, നേരെയാക്കി തരാൻ എന്നൊക്കെ. ആ പണിക്കാരനാണെങ്കിലോ അസലൊരു കലാകാരനായിരുന്നു അത്രേ. ആചാര്യൻ അനുസ്മരിക്കാറുണ്ട്, അദ്ദേഹം ഇത് കൊണ്ടുവരുന്ന സമയത്തുണ്ടല്ലോ ഈ വെയ്റ്റ്ലെസ് സ്റ്റൂള് പോലെയുള്ളതൊക്കെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഒപ്പം അതിൽ ചില ചിത്രപ്പണികളൊക്കെ കൂടി ചെയ്തു അത്രേ. കണ്ടാലോ നല്ല ഭംഗിയുള്ള 2 ഉരല്, പിന്നെ 2 ഉലക്കയും. ഇത് കൊണ്ടുവന്ന് കൊടുത്ത് 2 ദിവസമൊക്കെ നല്ല കളിയായിരുന്നു കേട്ടോ, രാമനും കൃഷ്ണനും കൂടി. അതിന്നും അങ്ങനെയാട്ടോ, കുട്ടികൾക്ക് കളിപ്പാട്ടം കിട്ടിക്കഴിഞ്ഞാൽ 2 ദിവസമൊക്കെ നല്ല കളിയായിരിക്കും, പിന്നെ അത് എവിടെയെങ്കിലുമൊക്കെ ഇട്ടങ്ങൾ പോവും. അങ്ങനെ എവിടെയെങ്കിലുമൊക്കെ ഇട്ട് പോയി. ഈ ഉലക്കൊന്നും കാണാനില്ല, ഉരല് മാത്രം ഉണ്ട് അവിടെ ഇരിക്കുന്നു. യശോദമ്മ ഇത് കണ്ട സമയത്ത് തോന്നി, നല്ല ഭംഗിയുള്ള ഉരലാട്ടോ, ചിത്രങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എന്തായാലും ആ പണിത ആൾക്ക് നല്ല ഔചിത്യബോധമുണ്ട്. അതുകൊണ്ടല്ലേ കുട്ടികൾക്ക് ഇഷ്ടമാവണ തരത്തിൽ നല്ല ചിത്രപ്പണിയൊക്കെ ചെയ്ത് കൊണ്ടുവന്നിരിക്കണത്, നല്ല കളർഫുള്ളാക്കി കൊണ്ടുവന്നിരിക്കണത്. ഇതിപ്പോൾ ഈ ഉമ്മർത്ത് ഇങ്ങനെ കിടന്നാലും ഒരു വിരോധവും ഇല്ല. അതിൻ്റെ മുകളിൽ ഇരിക്കാൻ പാകത്തിനൊരു കുഷ്യനൊക്കെ നേരെയാക്കി ഇട്ടു അത്ര യശോദമ്മ. അപ്പോൾ കണ്ടാൽ എന്താ തോന്നുക, നല്ല ഭംഗിയുള്ള 2 ഇരിപ്പിടങ്ങളായിട്ടാണ് തോന്നുക. അതിങ്ങനെ ആ വാതിലിനോട് സമീപത്ത് ഇരുവശത്തായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ട സമയത്ത് കയറി വരുന്നവർക്കൊന്നും തോന്നില്ല കേട്ടോ അത് ഉരലാണെന്ന്. അങ്ങനെയുള്ള ഉരലുണ്ട് അവിടെ. ആ സ്ഥലത്താണ് ഉണ്ണികൃഷ്ണൻ പോയിട്ട് ആ അമ്മ നേരെയാക്കിയിട്ട കുഷ്യൻ്റെ മുകളിലൊക്കെ കയറി അങ്ങനെ ഇരുന്നിട്ട് ആ വെണ്ണ ഇങ്ങനെ കഴിക്കുക. കയ്യിൽ എടുത്തു വെച്ചിട്ടുണ്ടല്ലോ ഒരു പാത്രത്തിൽ. അതിങ്ങനെ കഴിക്കണ സമയത്ത് ചുറ്റും കൂടി ആരാ കൂടിയത്, കുരങ്ങനുണ്ട്, തത്തയുണ്ട്, പൂച്ചയുണ്ട്. ഇങ്ങനെ ഓരോരുത്തരെ വന്നിങ്ങനെ എടുത്തിരിക്കാൻ തുടങ്ങി. ഉണ്ണികൃഷ്ണനോ, മിണ്ടാതിരുന്നാൽ കുറച്ച് വെണ്ണയൊക്കെ ഞാൻ തരാട്ടോ, ഉറക്ക ശബ്ദമൊക്കെ ഉണ്ടാക്കി എൻ്റെ അമ്മ ഇങ്ങോട്ട് വരും, അപ്പം പിന്നെ ഒന്നും കിട്ടലുണ്ടാവില്ല എന്നൊക്കെ അവരോട് ഇങ്ങനെ കുശലം പറഞ്ഞുകൊണ്ടാത്രേ കുറേശ്ശെ എല്ലാവർക്കും കൊടുത്ത് കുറേശ്ശെ അവനവനും കഴിക്കണേ. ഇത് കണ്ടും കൊണ്ട് യശോദമ്മ വന്നു. യശോദമ്മയ്ക്ക് മനസ്സിലാക്കാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല കേട്ടോ. തൈരിൽ ചവിട്ടിയിട്ട് ആ ഉണ്ണികൃഷ്ണൻ ഇങ്ങനെ നടന്നു പോയിരിക്കണേ. അപ്പോൾ ആ വഴി നീളെ ഉണ്ണികൃഷ്ണൻ്റെ കുഞ്ഞു കാൽപാദങ്ങൾ ഫോളോ ചെയ്ത് വന്നതാണ് യശോദമ്മ. അപ്പോൾ യശോദമ്മയ്ക്ക് മനസ്സിലായി ഉണ്ണി പോയിരിക്കണത് ഉമ്മറത്തേക്കാണെന്ന്. അങ്ങനെ ഉമ്മറത്ത് വന്ന സമയത്ത് കുറച്ചു നേരം യശോദമ്മ അവിടെ നിന്നു കേട്ടോ. ഉണ്ണിക്ക് നല്ല വിശപ്പുണ്ടാവും. ഞാനാണെങ്കിൽ പാല് കൊടുത്തില്ല, മുഴുവനാക്കിയില്ല. അപ്പോൾ കുറച്ച് വെണ്ണ അവൻ കഴിക്കട്ടെ എന്നിട്ട് ചെല്ലാമെന്ന് വിചാരിച്ചു അത്രേ. അപ്പോൾ അമ്മയെ ഇങ്ങോട്ട് പെട്ടെന്ന് കണ്ടു കേട്ടോ ഉണ്ണി. കണ്ടതും എന്താ ഉണ്ടായെന്നറിയോ, ആ കുഷ്യനെ അവിടുന്ന് മാറ്റിയിട്ട് ഒരലിൻ്റെ കുഴിയിൽ ഈ പാത്രം, വെണ്ണപ്പാത്രം അവിടെ വെച്ചിട്ട് ഒരൊറ്റ ഓട്ടം ഓടിയിത്രേ ഉണ്ണികൃഷ്ണൻ. ഓടിയിട്ട് പിടിക്കാൻ കിട്ടണില്ല യശോദമ്മയ്ക്ക്. ഇന്ന് ഞാൻ നിന്റെ കഥ കഴിക്കും എന്നൊക്കെ പറഞ്ഞിട്ടാത്രേ യശോദമ്മ പിന്നാലെ ഓടണം. യശോദമ്മ പറഞ്ഞു, എൻ്റെ കൂട്ടുകാരികൾ ആ ഗോപസ്ത്രീകൾ ഓരോ ദിവസവും വന്ന് പറയും, നീ അങ്ങനെ ചെയ്തു, നീ ഇങ്ങനെ ചെയ്തു, നീ തൈരും കല ഉടച്ചു, പാല് കട്ട് കുടിച്ചു, വെണ്ണ കട്ട് തിന്നു എന്നൊക്കെ. ഇന്ന് വരെ ആര് പറയണതും ഞാൻ വിശ്വസിച്ചിട്ടില്ല. ഇപ്പം എനിക്ക് മനസ്സിലായി ഉണ്ണി, നീ കുറച്ച് വികൃതി കൂടുതലുള്ള ഉണ്ണിയാണെന്ന്. നിന്റെ വികൃതിയൊക്കെ ഞാൻ നേരെയാക്കി തരാമെന്നൊക്കെ പറഞ്ഞ് ഓടലാ ഓട്ടം. എത്ര ഓടിയിട്ടും കാര്യമില്ല, ഉണ്ണിയെ കിട്ടണില്ല. അവസാനം യശോദമ്മയ്ക്ക് സങ്കടം വന്നു. അപ്പം ഈ സങ്കടഭാവത്തിൽ അമ്മ അവിടെ ഇരുന്നതും ഉണ്ണികൃഷ്ണൻ പതുക്കെ അടുത്ത് ചെന്നു. എൻ്റെ അമ്മയ്ക്ക് അങ്ങനെ സങ്കടമായാൽ പറ്റില്ലല്ലോ എന്ന് തന്നെയാട്ടോ ഉണ്ണികൃഷ്ണൻ്റെ ഭാവം. അപ്പോൾ യശോദമ്മ അങ്ങോട്ട് പിടിച്ചു, ആ ഉരലിൽ അങ്ങോട്ട് കെട്ടിയിടാൻ ശ്രമിച്ചു. ഒരു കയറങ്ങോട്ട് കൊണ്ടുവന്നു. അച്ഛൻ വന്ന് പറഞ്ഞു കൊടുത്തിട്ട് തന്നെ കാര്യം എന്നൊക്കെ പറഞ്ഞിട്ടാണ് കെട്ടിയിടാൻ നോക്കിയത്. എത്ര കെട്ടിയിട്ടും പറ്റണില്ല. 2 വിരൽ നീളം കുറവാത്രേ. കെട്ടാൻ നോക്കുന്നു, 2 വിരൽ നീളം കുറയുന്നു. അങ്ങനെ യശോദമ്മ കെട്ടാൻ നോക്കുന്ന സമയത്താണ് മറ്റു ഗോപസ്ത്രീകളൊക്കെ വരുന്നത്. അപ്പോൾ അവരെന്താ ചെയ്തതെന്നറിയോ, യശോദമ്മോട് പറഞ്ഞു, അന്നേ പറഞ്ഞില്ലേ നിൻ്റെ ഉണ്ണിക്ക് കുറച്ച് വികൃതി കൂടുതലാണെന്ന്. ഞങ്ങൾ പറഞ്ഞപ്പോൾ വിശ്വസിച്ചില്ലല്ലോ, ഇപ്പം സ്വയം ബോധ്യപ്പെട്ടില്ലേ എന്നൊക്കെ ചോദിച്ച് അവർ കളിയാക്കാൻ തുടങ്ങി. ഇതും കൂടി കണ്ടപ്പോൾ യശോദമ്മയ്ക്ക് വല്ലാത്ത സങ്കടമായി. അവസാനം യശോദമ്മ വിചാരിച്ചു അത്രേ, എൻ്റെ ഉണ്ണിയെ ഒന്ന് കെട്ടിയിടാൻ പോലും എനിക്ക് പറ്റില്ലേ എന്ന്. അങ്ങനെ വിചാരിച്ചപ്പോൾ ഉണ്ണികൃഷ്ണൻ വിചാരിച്ചു അത്രേ, എൻ്റെ അമ്മ എന്നെ കെട്ടിക്കോട്ടെ എന്ന്. അങ്ങനെ സ്നേഹം കൊണ്ടുള്ള ആ ഒരു മനസ്സിൻ്റെ നീറലുണ്ടല്ലോ, അത് കണ്ടതുകൊണ്ടാണ് അത്രേ കെട്ടിയിടാൻ സാധിച്ചത്. അങ്ങനെ ഉണ്ണികൃഷ്ണനെ കെട്ടിയിട്ടിട്ട് പറഞ്ഞു, അവിടെ കിടക്കട്ടെ, ഇനി അച്ഛൻ വന്നിട്ട് ബാക്കിയുള്ള കാര്യം എന്ന് പറഞ്ഞു പോയി. ഈ സമയത്ത് ഉണ്ണികൃഷ്ണൻ എന്താ ചെയ്തത്, നേരത്തെ ആ ഉരലിൻ്റെ കുഴിയിൽ ഒരിത്തിരി വെണ്ണ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടല്ലോ, അതെടുത്ത് കഴിച്ച് അവിടെ ഇങ്ങനെ നിൽക്കുമായിരുന്നു. എന്തായാലും കെട്ടിയിട്ടില്ലേ, ഇനിയിപ്പോൾ ഞാൻ എന്ത് ചെയ്യാനാന്നുള്ള ഭാവത്തിൽ ഒരു പട്ടുകോണകം മാത്രം ഉടുത്ത്
കിങ്ങിണിയൊക്കെ ഇങ്ങനെ അഴിഞ്ഞു തൂങ്ങിയ നിലയിൽ ആ യശോദമ്മ തലേ ദിവസം രാത്രി കെട്ടിക്കൊടുത്തിട്ടുണ്ട് കേട്ടോ. മുടിയൊക്കെ നല്ല കിങ്ങിണി മുടിയാണ്, അതായത് ഇങ്ങനെ സ്പ്രിങ് പോലത്തെ മുടിയാണ്. അതിങ്ങനെ നെറുകൻ തലയിൽ കെട്ടിവെച്ച രൂപത്തിലായിരുന്നു ഉറക്കിയത്. രാവിലെ ഉണരുമ്പോഴേക്കും അതിൻ്റെ പകുതിയൊക്കെ താഴേക്ക് പോന്നിട്ടുണ്ട്, പീലിയൊക്കെ ഒരു വശത്തേക്ക് നീങ്ങിയിട്ടുണ്ട്, ഗോപിക്കുറി കുറച്ചൊക്കെ മാഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ നല്ല ഭംഗിയുള്ള ഉണ്ണികൃഷ്ണൻ വെണ്ണയൊക്കെ കഴിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് കുറച്ച് ഗോപാലക്കുട്ടികൾ വന്നത് കേട്ടോ. ഈ ഗോപാലക്കുട്ടികളെ ഇങ്ങനെ അകലേന്ന് കണ്ടപ്പോഴാണ് പെട്ടെന്ന് ഉണ്ണികൃഷ്ണൻ ആലോചിച്ചത്, ദാമോദരനായിട്ട് ഇവിടെ ഇങ്ങനെ നിന്നാ മതിയോ? ഇന്നല്ലേ നളകൂപര മണിഗ്രേവന്മാർക്ക് കുബേരപുത്രന്മാർക്ക് മോക്ഷം നൽകാമെന്ന് ഞാൻ നാരദ മഹർഷിക്ക് വാക്കുകൊടുത്ത ദിവസം. അപ്പം ഇനിയിപ്പോൾ എന്താ ചെയ്യുക? അമ്മ പിടിച്ച് കെട്ടിയിട്ടില്ലേ, ഇനിയിപ്പോൾ എനിക്ക് എങ്ങനെയാണ് പോകാൻ പറ്റുക? അതിങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോഴാണ് 4 ഗോപാലക്കുട്ടികൾ വരുന്നത്. അവർ വന്നിട്ട് ചോദിച്ചു, ഉണ്ണികൃഷ്ണ എന്താ പറ്റിയത്? അമ്മ കെട്ടിയിട്ടോ? അപ്പോൾ അമ്മ കെട്ടിയിടേ? അമ്മ കെട്ടിയിട്ടതൊന്നുമല്ല, ഞാൻ എന്നെ തന്നെ കെട്ടിയിട്ടതാന്ന് പറഞ്ഞു. എന്തിനാ ഇങ്ങനെ കെട്ടിയിട്ടിരിക്കണേ? ഞാൻ ആനയല്ലേ, ആനയാവുമ്പോൾ ആനേനെ ചങ്ങലൊക്കെ ഇടില്ലേ? ഞാൻ ആനയാണ്, എൻ്റെ ചങ്ങലയാണ് എൻ്റെ വയറുമ്മലുള്ളത്. നിങ്ങൾ കണ്ടിട്ടില്ലേ ആനയ്ക്ക് വയറുമ്മൽ കൂടെ ഒരു ചങ്ങല ഇട്ടിരിക്കണേ? അത് ശരിയാണല്ലോ. അപ്പം ഇനി എങ്ങനെയാ കളിക്കുക ചോദിച്ചു. ആനയും നിങ്ങളൊക്കെ ആനയെ കാണാൻ വന്നവരും പാപ്പാന്മാരും ഒക്കെ ആയിട്ട് കളിക്കാലോ എന്ന് പറഞ്ഞു. അതെങ്ങനെയാ കളിക്കുക ചോദിച്ചു. ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞ് ഉണ്ണികൃഷ്ണൻ വെണ്ണയൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ച് മുട്ടുകുത്തി ഇങ്ങനെ പോവാൻ തുടങ്ങി. പിന്നിലിങ്ങനെ ഉരല് വരുന്നുണ്ട് കേട്ടോ. ഈ ഉരല് വരുന്ന സമയത്ത് മറ്റു കുട്ടികൾ ചോദിച്ചു, അപ്പം ഈ ഉരലോ ഉണ്ണികൃഷ്ണന്ന് ചോദിച്ചു. അത് ഉരലൊന്നുമല്ല, അത് തടിയാണ്. ആന തടി പിടിക്കണത് കണ്ടിട്ടില്ലേ? ഈ ആന തടി പിടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞ് ഇങ്ങനെ മുട്ടുകുത്തി പോകാൻ തുടങ്ങി. മറ്റു കുട്ടികൾക്കൊക്കെ ബഹുരസമായി. ആനയെ തളിച്ചുകൊണ്ട് പോകുന്ന പോലെ അവരിങ്ങനെ മുന്നിലും പിന്നിലുമായിട്ട് നടക്കാൻ തുടങ്ങി. ചിലർ ചെണ്ട കൊട്ടുണ്ട്, ചിലരിങ്ങനെ ആനയെ നടക്കാനേ, തിരിയാനേ, വലം തിരിയാനേ, ഇടം തിരിയാനേ എന്നൊക്കെ പറയാൻ തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഉണ്ണികൃഷ്ണൻ വല്ലാത്തൊരു ശബ്ദം ഉണ്ടാക്കിയിട്ടോ. ഈ ആനയ്ക്ക് ദേഷ്യം വരുന്നുണ്ട്. എന്തിനാ ദേഷ്യം വരണത്? ആനയ്ക്ക് വിശക്കുണ്ട്, തടി മാത്രം പിടിച്ചാൽ പോരല്ലോ. അപ്പം ഇനി എന്താ ചെയ്യുക? ആന സാധാരണ എന്താ കഴിക്കുക? ആന ശർക്കരയും പഴവും നാളികേരവും ഒക്കെ അല്ലേ കഴിക്കുക? വേഗം പോയി കൊണ്ടുവരൂ, എന്നാലേ ഈ ആനയുടെ ദേഷ്യം മാറുള്ളൂ, അല്ലെങ്കിൽ ഇപ്പം ആന കുത്തൂട്ടോന്ന്. ഇത് കേട്ട സമയത്ത് മറ്റു ഗോപാലക്കുട്ടികൾ അവരുടെ ഗൃഹങ്ങളിലേക്ക് ഓടി. ശർക്കരയും നെയ്യും തേനും പാലും ഒക്കെ എടുത്തുകൊണ്ട് വരാൻ പോയതാട്ടോ. ആ സമയത്ത് ഉണ്ണികൃഷ്ണൻ നേരെ പോയി ആ വശങ്ങളിലായിട്ട് നിന്നിരുന്ന വൃക്ഷങ്ങളുടെ ഇടയിലൂടെ കടന്ന് ആ 2 മരങ്ങളും താഴെ വീഴാൻ പാകത്തിന് ഉരലുകൊണ്ട് വലിച്ചു. ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്പർശനമേറ്റ മാത്രയിൽ ആ 2 മരങ്ങളും കടപുഴകി വീണു. എന്നാൽ അതിൻ്റെ ശബ്ദം ആരും കേട്ടില്ല കേട്ടോ. കടപുഴകി വീണ സമയത്ത് അതിൽ നിന്ന് നളകൂപര മണിഗ്രീവന്മാരെ പുറത്തേക്ക് വരികയും അവരെ ഭഗവാനെ സ്തുതിച്ച് അങ്ങേ ലോകത്തേക്ക്, ഭഗവാന്റെ ലോകത്തേക്ക് പോവുകയും ചെയ്തു എന്നാണ് കഥ. ഈ സമയത്ത് അവർ പോയതിന് ശേഷമാണത്രേ ഈ വൃക്ഷങ്ങൾ വീണ ആ ഒരു ശബ്ദം ബാക്കി എല്ലാവരും കേട്ടത്. ഇത് കേട്ട സമയത്ത് ഓടി വന്ന് നന്ദഗോപരെ എന്താ ഉണ്ടായെന്ന് നോക്കി കെട്ടഴിച്ചു എടുത്തു. യശോദമ്മയ്ക്കാണെങ്കിൽ എന്താ പറയണ്ടേന്ന് ശല്യം, അത്രയ്ക്കും ഭയമായി. എൻ്റെ ഉണ്ണിക്ക് എന്തെങ്കിലും പറ്റുമോ, ഞാൻ കെട്ടിയിട്ടിട്ട് എന്ന ആ ഒരു ഭാവത്തിൽ അമ്മ ഉറക്കെ കരയാണ്. ആ സമയത്ത് ഉണ്ണികൃഷ്ണനൊന്നും പറ്റാതെ ചിരിച്ചുകൊണ്ട് അച്ഛനെടുത്തുകൊണ്ട് വരുന്നുണ്ട് കേട്ടോ. നന്ദഗോപർക്കാണെങ്കിലോ യശോദമ്മയെ ചീത്ത പറയൊന്നും അല്ല കേട്ടോ ചെയ്തത്. നന്ദഗോപർ എന്താ ചെയ്തതെന്ന് വെച്ചാൽ നേരെ ഉണ്ണികൃഷ്ണനെ മടിയിലിരുത്തിയിട്ട് ചോദിച്ചു, അച്ഛൻ്റെ ഉണ്ണിയാണോ അമ്മയുടെ ഉണ്ണിയാണോ എന്ന്. എന്താ കാരണം എന്നറിയോ? എന്ന് ചോദിച്ചാലും ഈ ഉണ്ണി എപ്പോഴും പറയുക എന്താണെന്നറിയോ? അമ്മയുടെ ഉണ്ണിയാണ് എന്നാണ്. ഇന്നിപ്പോൾ അമ്മ കെട്ടിയിട്ട ദിവസമാണല്ലോ, അപ്പം ഇനി അച്ഛൻ്റെ ഉണ്ണിയാണ് എന്ന് പറയണത് കേൾക്കണം എന്നൊരാഗ്രഹം. അതുകൊണ്ടാണ് അത്ര അന്ന് അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചത്. ഉണ്ണികൃഷ്ണൻ ശരിക്കും കഴിഞ്ഞുപോയി. കാരണം ഇപ്പം അമ്മയുടെ ഉണ്ണിയാണെന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് സന്തോഷമാവും, പക്ഷെ അച്ഛന് വിഷമവും. അച്ഛൻ ആഗ്രഹിക്കുന്ന മറുപടി അതല്ല. എന്നാൽ ഇപ്പോൾ അച്ഛൻ്റെ ഉണ്ണിയാണ് എന്ന് പറഞ്ഞാൽ അമ്മ തകർന്നു പോവും, അതേ ഉണ്ടാവുള്ളൂ. അപ്പം ഇനി എന്താ ചെയ്യുക? ഉണ്ണികൃഷ്ണൻ വേഗം 2 പേരുടെയും കൂടി ഇടയിൽ നിന്നുകൊണ്ട് 2 പേരെയും കഴുത്തിലൂടെ കെട്ടിപ്പിടിച്ച് ഞാൻ അച്ഛൻ്റെയും അമ്മയുടെയും ഉണ്ണിയാണ് എന്ന് പറഞ്ഞു അത്രേ. അങ്ങനെയുള്ള ദാമോദരനെ അനുസ്മരിച്ചുകൊണ്ടാണ് ഇന്ന് വലിയൊരു വീഡിയോ ആയിപ്പോയി അല്ലേ. ഇന്ന് ഇവിടെ അവസാനിപ്പിക്കുന്നത്. നാളെ കൂടുതൽ വിശേഷങ്ങളുമായിട്ട് വരാൻ ശ്രീ ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കട്ടെ. സർവ്വരോഗവിനാശന, സർവ്വപാപവിനാശന, സർവ്വദുഃഖവിനാശന, സർവ്വസൗഖ്യപ്രദായക ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഹരേ.